ഹായ് ഹലോ ഐ എം ലക്ഷ്മി ഹിയർ. അപ്പോൾ ഇന്നും ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചുരുണ്ട മുടിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ്. അപ്പോൾ ഈ ചുരുണ്ട മുടിയുള്ള ആൾക്കാർക്ക് പൊതുവേ എപ്പോഴും പരാതിയാണ്, എനിക്ക് നന്നായിട്ടൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ മുടി എപ്പോഴും ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് കാരണം എനിക്ക് ഒരു തരത്തിലുള്ള ഹെയർ സ്റ്റൈലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പൊതുവേ ഒരു പരാതി കേൾക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ വീഡിയോ ആണിത്. മറ്റൊന്നുമല്ല, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഈ ചുരുണ്ട മുടിയുള്ള ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് ഹെയർ ഇങ്ങനെ കോംബ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. നിങ്ങൾ അങ്ങനെ കോംബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി ആദ്യം ഒന്ന് നീണ്ടു വന്നിട്ട് അതേ വേഗത്തിൽ തന്നെ ഭും എന്ന് പറഞ്ഞിട്ട് അങ്ങ് മുകളിലോട്ട് കയറിപ്പോകും. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് സെയിം അവസ്ഥയാണ്, എൻ്റെ മുടി ഭയങ്കര കേർലി ഹെയർ ആണ്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മറ്റൊന്നും അല്ല, നമ്മൾ എപ്പോഴും ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാലും അപ്പോഴും തന്നെ, അതായത് നല്ല നനവോട് കൂടി തന്നെ, നല്ല നനവ് വേണം. ഉണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോംബ് ചെയ്യാനും ഒന്നും പാടില്ല, കോംബ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കേർലി ഹെയറുകാർക്ക്. അപ്പോൾ ഈ നനവോട് കൂടി തന്നെ നമ്മൾ ഇത് കണ്ടോ, ഇങ്ങനെ ക്രഞ്ച് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ക്രഞ്ച് ചെയ്ത് കണ്ടോ, ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ പിടിച്ചമർത്തി നല്ല ക്രഞ്ച് ചെയ്ത് ഈ വെറ്റ് ഹെയറിൽ അപ്പോഴും തന്നെ ചെയ്യണം. ആ നനവോട് കൂടി തന്നെ ചെയ്യണം. അപ്പം മുടി നല്ലൊരു, നമ്മൾ എങ്ങനെ ആക്കുന്നു അതുപോലെ മുടി, ഇത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ മുടിയായി വരും. ഇപ്പം ഇങ്ങനെ ആയി വന്നാൽ പിന്നെ നമുക്ക് അതിനകത്ത് വേണ്ട ഹെയർ സ്റ്റൈൽസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ചുരുണ്ട മുടിക്കാരുടെ പ്രശ്നങ്ങൾ, അവരൊക്കെ ഇങ്ങനെ കാണാൻ ഭംഗിയില്ല എന്നൊന്നും വേണ്ട. കണ്ട, ചെറുതായിട്ടൊരു കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിടക്കും. അപ്പോൾ ചുരുണ്ട മുടി എല്ലാവർക്കും കിട്ടത്തില്ല, കിട്ടുന്നവരൊക്കെ ഭയങ്കര ഭാഗ്യമുള്ളവരാണെന്ന് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.